രാജ്യങ്ങൾക്കെതിരെ നടത്തുന്ന സാമ്പത്തിക യുദ്ധത്തിൽ പങ്കുചേരുന്ന ഏതൊരു രാജ്യത്തിനെതിരെയും ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. മാസങ്ങളായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ വഴിമുട്ടുകയും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതിനിടെയാണ് മേഖലയെ യുദ്ധഭീതിയിലായിരുത്തി ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി മൊഹ്സെൻ റസായിയുടെ പ്രതികരണം. ഇറാൻ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി ഞെരുക്കുന്നതിനായി US പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ടെഹ്റാൻ നിലപാട് കടുപ്പിച്ചത്. അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളോട് US-ന്റെ സാമ്പത്തിക ഉപരോധങ്ങളിൽ പങ്കാളികളാകരുതെന്ന് ഇറാൻ അഭ്യർത്ഥിച്ചു. തങ്ങൾക്ക് മേൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളെ ശത്രുപക്ഷത്തായി കണക്കാക്കുമെന്നും മൊഹ്സെൻ റസായി വ്യക്തമാക്കി. ട്രംപ് ഭരണകൂടത്തിന്റെ സാമ്പത്തിക യുദ്ധത്തെ പിന്തുണച്ചാൽ ഗൾഫ് മേഖലയിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും പുറത്തുപോകാൻ അനുവദിക്കില്ലെന്നാണ് ഇറാന്റെ പ്രധാന ഭീഷണി. ആഗോള എണ്ണവാതക വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെടുത്തുന്നതിന് പുറമെ ചെങ്കടൽ പാതയായ ബാബ് അൽ മന്ദബ് ഉൾപ്പെടെയുള്ള ഇതര കയറ്റുമതി റൂട്ടുകളിലും ആക്രമണം നടത്തുമെന്ന സൂചനയും ടെഹ്റാൻ നൽകുന്നുണ്ട്. ഇറാനെതിരെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും കടുത്ത സാമ്പത്തിക നടപടികൾ സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത സാമ്പത്തിക നടപടി ഉണ്ടാകുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ ഒന്നുകിൽ ഞങ്ങളോടൊപ്പമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരാണ് എന്ന നിലപാടിലാണ് വാഷിംഗ്ടൺ. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 80% വാങ്ങുന്ന ചൈനയുടെ സഹകരണവും US ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രാജ്യം സമ്പൂർണമായ സാമ്പത്തിക സുരക്ഷാ യുദ്ധത്തെ നേരിടുകയാണെന്നും ഐക്യത്തോടെയുള്ള പ്രതിരോധം കൊണ്ട് US കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. US-മായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ 3 ഘട്ടങ്ങളുള്ള തന്ത്രമാണ് ഇറാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വാഷിംഗ്ടണിന്റെ ഉപരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാജ്യങ്ങളോട് ആദ്യം നയതന്ത്ര തലത്തിൽ ആവശ്യപ്പെടും. മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ടു പോയാൽ ആ രാജ്യങ്ങളുടെ സാമ്പത്തിക തന്ത്രപ്രധാന താൽപര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും. തങ്ങൾക്കെതിരായ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രത്യാക്രമണം നടത്തി ആഘാതം വർദ്ധിപ്പിക്കും. അതേസമയം ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ കടുത്ത പ്രതിസന്ധിയിലാണ് ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ. US സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന വരുമാന മാർഗം ഹോർമൂസ് വഴിയുള്ള എണ്ണ കയറ്റുമതിയാണ്. അതേസമയം US-മായി ശക്തമായ നയതന്ത്ര ബന്ധം പുലർത്തുമ്പോഴും അയൽ രാജ്യമെന്ന നിലയിൽ ഇറാനുമായി ശാശ്വത ഏറ്റുമുട്ടൽ മേഖലയിലെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഭയപ്പെടുന്നു. മറ്റൊരു നീണ്ട യുദ്ധം താങ്ങാൻ പശ്ചിമേഷ്യയിലെ ഒരു രാജ്യത്തിനും സാധിക്കില്ല എന്നിരിക്കെ നിലവിലെ സാഹചര്യം വലിയ ആശങ്കയോടെയാണ് ആഗോള സമൂഹം ഉറ്റുനോക്കുന്നത്. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമത്തിന് ഇറാൻ പാർലമെന്റിന്റെ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി കമ്മിറ്റി അംഗീകാരം നൽകി. കടലിടുക്കിലൂടെയുള്ള സഞ്ചാരം, പരിസ്ഥിതി സംരക്ഷണ സേവനങ്ങൾ, പ്രത്യേക സന്ദർഭങ്ങളിലെ ഇന്ധന വിതരണം, ഇൻഷുറൻസ്, സുരക്ഷ തുടങ്ങിയ വിവിധ സേവനങ്ങൾക്കായി കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ ഈ വ്യവസ്ഥ വഴി സാധിക്കും. കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതിയുള്ള മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളിൽ നിന്നായിരിക്കും ഈ തുക ഈടാക്കുക. ഇത് ഇറാനിയൻ റിയാലായോ അല്ലെങ്കിൽ ടെഹ്റാൻ നിശ്ചയിക്കുന്ന മറ്റ് കറൻസികളായോ അടക്കേണ്ടി വരുമെന്ന് കമ്മിറ്റി വക്താവ് ഹസൻ കാഷ്കവി വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഈ കരട് നിയമം അംഗീകരിക്കുന്നുണ്ടെന്നും എന്നാൽ തീരദേശ രാജ്യങ്ങളുടെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ ഫെബ്രുവരിയിൽ ആരംഭിച്ച US-ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ വലിയൊരു തടസ്സമായി മാറിയിരിക്കുകയാണ് ഹോർമൂസ് കടലിടുക്ക് വിഷയം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും വാതകവും കയറ്റി അയക്കുന്നതിനുള്ള നിർണായക പാതയായ ഇവിടെ യുദ്ധത്തിനു മുൻപ് യാതൊരു തടസ്സവും ഇല്ലാതെയായിരുന്നു കപ്പലുകൾ സഞ്ചരിച്ചിരുന്നത്. എന്നാൽ നിലവിൽ കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനും ഫീസ് ഈടാക്കാനുമാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. അതേസമയം അമേരിക്ക ഈ നിലപാടിനെ ശക്തമായി എതിർക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.